പറയുകയാണെങ്കിൽ അത് മരിച്ചത് സ്വന്തം വാപ്പയാണെങ്കിലും പോകാനാവില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ആളെ ഇങ്ങനെ ചൊട്ടിയിട്ട് വർത്താനം പറഞ്ഞ് അയാളെ ഫാത്തിഹ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അയാൾ ആമീൻ പറഞ്ഞ് ഇല്ലാതാക്കും. ഇത് സാധാരണ കണ്ടുവരുന്ന ദിവസം പറഞ്ഞാണ്. അള്ളാഹിന്റെ ഖുർആനിലൊരു സ്ഥലത്ത് ലാ തുതീഉ ഹല്ലാഫിൻ മഹീൻ നമാസിൻ മശായിൻ ബിനമീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നല്ല കാര്യങ്ങളെ തടയാന്നുള്ളത് വലിയൊരു തെറ്റാണ്. മറ്റൊരാളത്തെ ഫാത്തിഹ ഓതുമ്പോൾ അത് ഇല്ലാതാക്കുക, മറ്റൊരു ആമീൻ പറയുമ്പോൾ അത് ഇല്ലാതാക്കുക, അത് വലിയ തെറ്റല്ലേ? മന്നായുൽ ഖൈർ എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തടയാൻ, അത് വലിയ തെറ്റാണ്. അപ്പൊ അത് നമുക്ക് സാധിക്കും, കാണാൻ സാധിക്കും. ഇനി ഞാൻ ഒന്നുകൂടി പറയാം, ചെറിയ 1-2 ഉദാഹരണമേ പറയുന്നുള്ളൂ. മരിച്ച മയ്യത്തിന്റെ പേരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഭക്ഷണം കൊടുക്കും. അതിലൊരു പണ്ഡിതനും ഒരു ഇമാമിനും തർക്കമില്ലാത്തൊരു സംഗതിയാണ്. ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടുത്ത ഫതാവയിൽ പറഞ്ഞു, ഇതിൽ ഇത്ആമു സദഖത്തുൻ ഫഹിയ തുസന്നു ഇജ്മാഅൻ. മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്നത് അത് സദഖയാണ്, അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ്. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ല. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ സഹാബികൾ അവരെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്ന് ഖുർആനിൽ പറഞ്ഞതാണ്. വസാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ആയത്തിന്റെ അർത്ഥം അതാണ്. ആ സഹാബത്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുത്തു. അത് സിറാജ് പത്രത്തിൽ വന്നതല്ല, അത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് സുഹുദിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഹദീസ് മനപ്പാടാക്കിയ ഇമാമാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്. ഇന്നിപ്പോ പുത്തൻവാദികൾ എപ്പോഴും പൊക്കിപ്പറയുന്ന 2-3 ആളുകളുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾ ഹംബലി മദ്ഹബാരാണ്. അതേപോലെ അദ്ദേഹത്തിന് കിതാബ് തമന്നിൽ മൗത്ത് എന്ന ചെറിയൊരു പുസ്തകമുണ്ട്, ഇത്ര വലിപ്പമുണ്ടാവും, എൻ്റെ അടുത്തുണ്ടത്. അതിലയാൾ പറയുന്നുണ്ട് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒന്നും നിങ്ങൾ തെൽക്കീൻ ചൊല്ലി കൊടുക്കൂല. ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, തെൽക്കീൻ ചൊല്ലില്ല. തെൽക്കീൻ ചൊല്ലി കൊടുക്കുന്നതിന് ഖുർആനിലെ ആയത്താണ് ഇമാമിങ്ങൾ തെളിവ് പറഞ്ഞത്. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഈമാനുള്ളവർക്ക് ഫലം ചെയ്യുന്നു. ആയത്താണ് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് തെളിവ് പറഞ്ഞു. അവിടുത്തെ ശിഷ്യനായ ഖതീബ് ശർവീനി നിങ്ങൾ മുഗനിയിലും പറഞ്ഞു. ഹസനൽ മതാലിബിൽ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി തങ്ങളും പറഞ്ഞു. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഫലം ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞില്ലേ. ഏറ്റവും മറന്നു വന്ന സമയത്താ മനുഷ്യൻ ഉറ്റവരുമായി പിരിയുന്ന സമയം, സ്നേഹിക്കുന്ന ആളുകളായിട്ട് പിരിയുമ്പോൾ. അതുകൊണ്ടാണ് വിദേശത്തെല്ലാം പോകുമ്പോൾ കാറിൽ കയറി ഉടനെ സ്നേഹിതന്മാർ ചോദിക്കുക പാസ്പോർട്ട് എടുത്തില്ലേ എന്നാ ചോദിക്കുക. കാരണം മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഭാര്യനെയും കുടുംബത്തിനെയും ഉമ്മാനെല്ലാം വിട്ടു പോകല്ലേ. അപ്പൊ മറതിക്ക് വലിയ സാധ്യതയുള്ള സമയം. അതുകൊണ്ട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക പാസ്പോർട്ട് എടുത്തില്ലേ എന്ന്. അതേപോലെ നമ്മള് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ വിട്ട് നമ്മൾ ഖബറിലെത്തിയാല് എല്ലാവരും പോവാണ്, ആരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റക്കാണ്. അപ്പൊ എല്ലാത്ത ഒരു വിഷമമുള്ള സമയം നമുക്കെല്ലാം കിടക്കാനുള്ളതാണ് ഖബർ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എളുപ്പം ചെയ്യണേ അല്ലാഹ്. ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഖബറിൽ വെളിച്ചം തരണേ അല്ലാഹ്. ഖബറിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ എന്ന് പറയുമ്പോൾ കരയും. കാരണം അത് ആദ്യത്തെ സ്റ്റേഷനാ. അവിടെ രക്ഷപ്പെട്ട അങ്ങോട്ടൊക്കെ രക്ഷയുണ്ടാവും എന്നാണ് അവിടുന്ന് കാരണം. ആ ഖബറിൽ നിങ്ങൾ കേട്ടില്ലേ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തഹറക ലഹുൽ അർശ്. അല്ലാഹുവിന്റെ അർശ് എന്നൊരു വലിയ സൃഷ്ടിയുണ്ട്. ആ അർശ് സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ വഫാത്തായപ്പോ അർശ് കുലുങ്ങിയത്. ആ അത്ര വലിയ മഹാനാ സഅദ് റളിയല്ലാഹു. ആ സഅദ് റളിയല്ലാഹു ഖബർ കൊണ്ടുപോയി വെച്ചപ്പോ
ഖബർ രണ്ട് ഭാഗത്തും പിടിച്ചൊന്നിട്ട് ഞെക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ മേലെ എന്ന് സുബ്ഹാനല്ലാഹ് ദിക്റിൽ ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ലല്ലോ, ഖബറിൽ നടക്കുന്നത് പുറത്തുനിന്ന് കാണാനും അറിയാനൊക്കെ കഴിയുന്ന അള്ളാഹുവിന്റെ റസൂലല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ സഹാബത്ത് ചോദിച്ചപ്പോ പറഞ്ഞതാ, ഇതാരാ? അർശ് കുലുങ്ങിയ ആളാ, അത്ര വലിയ ആളാ. പക്ഷേ ഖബറിൽ നിന്നെത്തിയപ്പോ ഖബറിനെ പിടിച്ച് ഞെക്കിയപ്പോ വിഷമിക്കുന്നത് കണ്ടപ്പോ ഞാൻ ദിക്ർ ചൊല്ലി എന്ന് അള്ളാഹു തആല വിട്ടുകൊടുത്തു. അപ്പൊ ആ ഖബറില് കൊണ്ടുപോയി വെച്ചാല് ഏത് മനുഷ്യനും ഏറ്റവും വിഷമിക്കുന്നൊരു രംഗാണ്. ആ സമയത്താണ് മലക്കുകൾ വന്ന് ചോദിക്കുന്നത്. അവ പെട്ടെന്ന് മറുപടി അറിയാന് പേടിച്ചിട്ട് കഴിയാത്ത അവസരം വരില്ല, സാഹചര്യം വരില്ലേ. 2-3 ദിവസം മുമ്പ് എന്നോടൊരു സ്ത്രീ പറഞ്ഞ്, എന്റെ മകള് നന്നായിട്ട് പഠിച്ചിന്, പക്ഷേ പരീക്ഷ എഴുതുമ്പം മാർക്കുണ്ടാകുന്നില്ല. എൻട്രൻസ് പരീക്ഷ എഴുതാണ്. കാരണം പേടിച്ചാ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. സാധാരണയാണത്. വേറൊരു കുട്ടി സിറാജുൽ ഹുദയില് 450ഓളം അപേക്ഷ വന്ന് ഖുർആൻ മനപ്പാടാക്കുന്ന കുട്ടികളെ ഈ ഒറ്റ കൊല്ലം നമുക്ക് ആകെ എടുക്കാനാവും 20-25 കുട്ടികൾ എടുക്കാൻ പറ്റും. അപ്പൊ ഒരു കുട്ടീന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കുട്ടീനെ എടുത്തില്ല. അപ്പൊ രക്ഷിതാവ് തൊട്ടിൽ പാലക്കാരനാണ്. അയാൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുട്ടി നിങ്ങൾ ഒന്നും കൂടി നോക്കണം, 2 പ്രാവശ്യം നോക്കി പുറന്ന് നല്ലോണം പഠിച്ച് മനപ്പാടാക്കിയിട്ട് വരുന്ന ആളെത്തിയാ പിന്നെ ഉത്സാഹം അറിയിക്കും പറയാൻ പേടിച്ചിട്ടാണ്. പേടിച്ചാ പിന്നെ ചോദ്യം ചോദിക്കും മറുപടി അറിയില്ല. പേടിച്ചാൽ സ്വാഭാവികമാണ്. ഞാൻ ഉള്ള സത്യം പറയുന്നൊക്കെ കളു പറയാൻ പറ്റൂലല്ലോ, തമാശക്കോലും കളു പറയാൻ പറ്റൂലല്ലോ. അപ്പൊ പേടിച്ചാല് മറുപടി ഇറങ്ങിയില്ല. ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് മുങ്കർ നക്കീർ അലൈഹിസ്സലാം വരുമ്പോ ആർക്കാ പേടിയാത്തത്? അല്ലെങ്കിൽ അതിന് മാത്രം വലിയ ആൾക്കാരാണ്. ആ സമയത്തൊന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കലാണ് തൽഖീർ എന്ന് പറഞ്ഞാൽ. ഓർമ്മിപ്പിച്ചു കൊടുത്താൽ മുഅ്മിനീക്ക് ഫലം ചെയ്യുന്ന ഖുർആൻ പറഞ്ഞില്ലേ, അതാണ് ഇമാമിങ്ങൾ ഒരു തെളിവ്. അപ്പൊ ഇരിക്കട്ടെ, ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തമന്നൽ മൗത്ത് എന്ന ഗ്രന്ഥത്തില് തൽഖീർ ചൊല്ലിക്കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ മൗലവിമാരോടും പറയില്ല. ഈ മരിച്ചവരോട് എന്തോ ഒരു വെറുപ്പുള്ള മാതിരി, ഒരിക്കലും ഗുണം കിട്ടുന്ന യാതൊന്നും വിടൂല. എന്താണ് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, എന്തിനാ മരിച്ചവരോട് വെറുപ്പ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സഹാബത്ത് നിന്ന് താവൂസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഇന്നഹും കാനു ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7. മരിച്ച മയ്യത്തിന് 7 ദിവസം ഖബറിൽ ചോദ്യം ഉണ്ടാവും. ഒരു ദിവസമല്ല, 7 ദിവസം മരിച്ച മയ്യത്തിന് ഖബറിൽ പരീക്ഷ ഉണ്ടാവും. ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമ അനിൽ മയ്യിതി 7 അയ്യാം. അതുകൊണ്ട് സഹാബികൾ 7 ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന കേൾക്കാം. ആ ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതൻ, അയാൾ വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹത്തിന് കുറെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം മാത്രം മുജാഹിദീങ്ങൾ സ്വീകരിക്കും, സുബദ്ധം ഒന്നും സ്വീകരിക്കൂല. അയാൾക്ക് പറ്റി അബദ്ധമെല്ലാം ഒരു സ്വീകരിക്കും. അയാൾ പറഞ്ഞ സുബദ്ധം ഒന്നും സ്വീകരിക്കൂല. അദ്ദേഹത്തോട് ചോദിച്ചു, 70,000 ലായിലായിരം മരിച്ചവരെ ഒരു ജില്ലയിൽ എങ്ങനെയെന്ന് ചോദിച്ചു. പറഞ്ഞു 70,000 കുറഞ്ഞാലില്ല, കൂടിയാലും നിരക്കല്ല, ലായിലാവില്ല ഫലം കിട്ടുമെന്ന്. അദ്ദേഹത്തോട് വേറൊരു ചോദ്യം ചോദിച്ചു. അതിന്റെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു, അമ്മർ തസദ്ദുഖു അനിൽ മയ്യിതി ലിമൻ യഖറഉൽ ഖുർആന വഗൈരിഹിം യൻഫഉഹു ദാലിക ബിഇത്തിഫാഖിൽ മുസ്ലിമീൻ. ഒരു മുസ്ലിമിനും തർക്കല്ല, മരിച്ച മയ്യത്തിന്റെ പേരിൽ സദഖ കൊടുത്താൽ അത് ഖുർആൻ ഓതുന്നവർക്കും ഓതാത്തവർക്കും എല്ലാം കൊടുക്കാം. അങ്ങനെയാ പറഞ്ഞത്. യൻഫഉഹു ദാലിക ബിഇത്തിഫാഖിൽ മുസ്ലിമീൻ. ഒരു മുസ്ലിമിനും തർക്കല്ല, മയ്യത്തിന് ഫലം കിട്ടും എന്ന് പറഞ്ഞാല് ഇബ്നു തൈമിയ ഫലം കിട്ടും എന്നാട്ടോ പറഞ്ഞു. ഫലം കിട്ടും. ഞാനൊരിക്കല് മൊളിയങ്കൽ എന്നൊരു സ്ഥലമുണ്ട് പേരാമ്പ്രക്ക് അടുത്ത്. അവിടെ ഒരു പറമ്പിൽ 2 പള്ളിയാണ്, ഒന്ന് മുജാഹിദ് ഒന്ന് ജംഷനി. അവിടെ ദീജ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഒരു ഹോസ്പിറ്റലുണ്ട്, അത് നടത്തുന്ന ഒരു കുഞ്ഞുമൊയ്തീൻ ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ ബാപ്പ കൊടുത്ത സ്ഥലത്താ 2 പള്ളിയുള്ളത്. ബാപ്പാനോട് ആദ്യം സ്ഥലം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ദിവസം മലയാളത്തിൽ ഖുത്ബ തുടങ്ങി. പിന്നെ അയാൾക്ക് എന്നെ പോയിക്കൂടാണ്ടായിപ്പോയി. അങ്ങനെ എന്നെ വേറെ ഒന്നും കൂടി സ്ഥലം കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഞാൻ പഴയ കാലത്തെ പ്രസംഗത്തിൽ ഇങ്ങനെ എടുത്ത് പറയലുണ്ട്,
978 അച്ചടിച്ച മദ്രസ പുസ്തകത്തിൽ മുജാഹിദിന്റെ മദ്രസയിൽ നിസ്കാരത്തിന്റെ ഫർദ് 14 82 അടിച്ച പുസ്തകത്തിൽ 9 എന്ന് പറഞ്ഞ് ഞാൻ 2 ബുക്ക് എടുത്ത് വായിക്കലുണ്ട് പഴയ കാലത്ത്. ആ 2 ബുക്കും ഞാൻ കണ്ടുപിടിച്ചത് ഈ മുളിയങ്ങ പ്രസംഗിക്കാൻ പോയപ്പോഴാണ്. ആ മുളിയങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു ദിവസം സുന്നിപ്പള്ളിയിൽ ജുമാക്ക് കൂടി. അപ്പൊ ഞാൻ ഒതുവെടുക്കുമ്പോ അപ്പുറത്തെ പള്ളിയിലെ പ്രസംഗം കേട്ടു. പൊതുവാ പ്രസംഗം എന്ന് പറയും. അങ്ങനെ ആ പ്രസംഗം കേട്ടു. അതിൽ മൗലവി പറയുന്നുണ്ട്, സാസിൽ ഇരുന്നവരുണ്ട്. നല്ല സുഖമാണല്ലോ, കാരണം ഒറ്റ മൊലിയാരും സാസിൽ ഉണ്ടാവില്ലല്ലോ. ജുമാ വാത്തിലായി പോകുന്ന പഠിച്ചിട്ട് ഒരു മൊലിയാരും അതിൽ പങ്കെടുക്കില്ലല്ലോ. അപ്പൊ എന്നെ വിവരമില്ലാത്തവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തു പറയാലോ. അതിനാണ് പരിപാടി തുടങ്ങിയെന്നെ. അല്ലാണ്ട് അവർക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ മലയാളത്തിൽ ഖുത്ബ ഓതാൻ പറ്റില്ല എന്ന് എല്ലാ മൗലവിമാർക്കും അറിയാം. കാരണം റസൂൽ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? വരൂലല്ലോ. ഇതൊരു ഇബാദത്തല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്തല്ലേ അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ട് അറബിയിൽ നിസ്കരിച്ചിരുന്നോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഭാഷയിൽ ഖുത്ബ ഓതിയ ഭാഷയിൽ നിസ്കരിച്ചു. നിസ്കാരത്തിന്റെ ഒരു ഭാഷ, ജുമാക്ക് വേറൊരു ഭാഷ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായോ? ഇല്ല, ഒരിക്കലും ഉണ്ടായില്ല. സഹാബത്തിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. 1300 കൊല്ലത്തോളം ലോകത്ത് ഒരു പള്ളിയിലും അറബിയിലല്ലാതെ ഖുത്ബ നടന്നില്ല. പുതിയ കാബെന്ന് തന്നെ സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ മർക്കസ് പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു വാദപ്രകാരത്തിന് പോയി എ പി ഉസ്താദിന്റെ കൂടെ. ഉസ്താദ് മൗലവിനോട് ചോദിച്ച്, 1200 കൊല്ലത്തിലിടക്ക് റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയതായി ചരിത്രരേഖ തെളിയിച്ചിരോ എന്ന് ചോദിച്ചു. അപ്പൊ മൗലവി പറഞ്ഞു, 1200 കൊല്ലം മരച്ചീനി കൊള്ളിക്കിഴങ്ങ് എന്ന് പറഞ്ഞ ആളാണ്. കൊള്ളിക്കിഴങ്ങ് ആരും തിന്നിട്ടില്ല വെച്ചിട്ട് എനിക്ക് തിന്നൂടാന്നുണ്ടോന്ന് ചോദിച്ചാൽ തിരിച്ച്. അപ്പൊ അയാള് ഖുത്ബനെ കണ്ട് മരച്ചീനി കൊള്ളിക്കിഴങ്ങ് പോലെ. കൊള്ളിക്കിഴങ്ങ് തന്നെ സുഹൃത്തുക്കളൊന്നും ആലോചിച്ച്, കൊള്ളിക്കിഴങ്ങ് ആണിനും പെണ്ണിനും തിന്നൂടെ? നിങ്ങൾ ഏതെങ്കിലും ഒരു മുജാഹിദ് പള്ളിയിൽ പെണ്ണുങ്ങൾ ഖുത്ബ പോകുന്നോ? കൊള്ളിക്കിഴങ്ങ് പോലെയാ ഖുത്ബ? അതുപോലെ കൊള്ളിക്കിഴങ്ങ് തിന്നതിന്റെ ഇടക്കൊന്ന് ഇനി ഇരുന്നിട്ടെണീക്കണമെന്നുണ്ടോ? ഇരുന്നിടത്തെ തന്നെ തിന്നൂടെ? ഖുത്ബന്റെ ഇടക്കൊന്ന് ഇരുന്നിണിക്ക് നിങ്ങൾ കാണില്ലേ? അതുപോലെ കൊള്ളിക്കിഴങ്ങ് തിന്നണമെങ്കിൽ ഒതുവണോ? അതിന് അവർത്ത് നടക്കണോ? കൊള്ളിക്കിഴങ്ങ് ജനാപത്ത് കുടിക്കണോ? അതിന് ജുമേന്റെ അന്ന് വെള്ളിയാഴ്ച ആണോന്നുണ്ടോ? ഉച്ചക്കാണോന്നുണ്ടോ? കൊള്ളിക്കിഴങ്ങ് പോലെയാ ഖുത്ബ? ഖുത്ബ കൊള്ളിക്കിഴങ്ങ് പോലെയല്ല എന്ന് ആർക്കും അറിയില്ലേ. അവിടെ പുതിയ കാവിലെ പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞ് മലയാളത്തിൽ ഖുത്ബ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ട് അതിനൊരു വയസ്സായ ഒരാൾ എതിർത്തുകൊണ്ടാണ് ഈ വാദപ്രകാരം സംഘടിപ്പിച്ചത്. പക്ഷെ ഏതായാലും ഞങ്ങളുടെ നാട്ടിലെ ഖുത്ബ മരച്ചീനിയല്ല ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് അറബിയിലേ പോകുന്നുള്ളൂ. അങ്ങനെ ഇപ്പോഴും അവിടെ അറബിയിലെ ഖുത്ബ. ഞാൻ ഇപ്പൊ അടുത്ത് ഏകദേശം കൊല്ലം മുമ്പ് അവിടെ ഒരാളെ ബാപ്പ മരിച്ചിട്ട് ഒരാളുടെ ബിസ്മി കമ്പനി നടന്ന ദുബൈയിൽ എന്റെ ബാപ്പ മരിച്ചിട്ട് കാണാൻ പോയപ്പോ ആ പള്ളി കയറി അസർകരിച്ചിട്ട്. ഇപ്പോഴും അവിടെ അറബി തന്നെയാ ഖുത്ബ. ആ വാദപ്രകാരം കൊണ്ട് കിട്ടിയ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അറബിയിലല്ലാതെ ഖുത്ബ ഓതുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരു സഹാബിയും ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ്. പിന്നെ അതെന്തിനാ മൗലവിമാർ പാസ്സാക്കിയതെന്നറിയോ? അത് ഒറ്റ മുസ്ലിയാരും ഇല്ലാത്തൊരു സാഹസന്ന് പ്രസംഗിക്കാനുള്ള ഒരു ചാൻസ് ആണ്. അങ്ങനെ ഒരൊറ്റ മൊയിലാരും അവനവന്റെ ചുമ പോയി പോകുന്ന മേടിച്ചിട്ട പണി പോരാ. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ പള്ളിയിൽ ഒതുവെടുക്കുമ്പോ അപ്പുറത്തെ പള്ളിയിലെ പ്രസംഗം കേട്ടു. അങ്ങനെ അള്ളാഹ് എന്ന നാവുണ്ടെ പറയുന്നത് വെറുതെ പറയല്ല, എന്നെ പറയുന്നൊക്കെ. അങ്ങനെ ആ ഖുത്ബയിൽ ഈ മൗലവി പറയുന്നത്, ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നത് മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതിയാൽ ആ ഖുർആന്റെ പ്രതിഫലം മരിച്ചാക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെച്ച് പഠിച്ചവൻ എന്താ ചെയ്യാ, ഇതിപ്പോ അങ്ങനെ അപ്പൊ ഞാൻ എന്താന്നുള്ളത് വിശദീകരിച്ചു എടുക്കാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ ഇപ്പുറത്തെ പള്ളിയിലല്ലേ ഉള്ളത്. ഭയങ്കര സങ്കടം തോന്നി. കാരണം കേൾക്കുന്ന ആളുകൾ പെട്ടെന്ന് വിചാരിക്കും പിന്നെ ഖുർആൻ ഓതാൻ പറ്റും. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ ലൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ പോയിട്ട് ഖത്തം തീർത്തിട്ടുണ്ട്. തീർത്തു എന്ന് മാത്രമല്ല, അന്ന് മഹാനവർ പറഞ്ഞു ഇത് ചെയ്യാവുന്നവരെ നിലനിൽക്കട്ടെ എന്നിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. ശാഫി ഇമാം തങ്ങൾ വഫാത്തായപ്പോ ശിഷ്യൻ സഫ്രാൻ എന്ന് പറഞ്ഞു, ഞങ്ങൾ ശിഷ്യന്മാരൊക്കെ ഇരുന്നിട്ട് ഖത്തം തീർത്തു. ശാഫി ഇമാം സ്വന്തം തന്നെ പറഞ്ഞത് കാണാം, ഖബറിന്റെ അടുത്ത് ചെന്നാലും മയ്യത്തിന്റെ അടുക്കലൊക്കെ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞത് കാണും. അപ്പൊ ഷാഫി ഇമാം അതിനെതിരൊന്നുമല്ല. ഷാഫി ഇമാം പറഞ്ഞ എന്താ അറിയോ? അത് ഇബ്നു കസീർ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? ഫലം പ്രതിഫലം ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മളെ ഈ മൈക്കുണ്ട്, ഈ മൈക്ക് വാടക എടുത്താ അല്ലേ? ഈ മൈക്ക് ഇവിടെ വർക്ക് ചെയ്തതിന്റെ പ്രതിഫലമായിരിക്കാം കിട്ടുക അത് വാടകക്കാരനായിട്ട്, അതിന്റെ പ്രതിഫലം. അതേസമയം അതിന്റെ ഫലമായിരിക്കാം, ഫലം എനിക്കും നിങ്ങൾക്കും. ഈ മൈക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതിന്റെ ഫലം
കേൾക്കുന്ന നിങ്ങൾക്കും പ്രസംഗിക്കുന്ന എനിക്കുമല്ലേ, പ്രതിഫലായിരിക്കാം. അതയാൾക്ക് അയാളെ ഫ്രീ ആണോന്ന് എനിക്കറിയില്ല. അപ്പോ പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമില്ലേ? ശാഫി ഇമാം തങ്ങൾ എന്താ പറഞ്ഞത്? മരിച്ച ആളെ പേരിൽ ഖുർആൻ ഓതിയാൽ പ്രതിഫലായിരിക്കും. ഓതിയാക്ക് ഉറപ്പിന്നല്ലേ? നമ്മള് മയ്യത്ത് സ്കെച്ചിന്റെ കൂലിയായിരിക്കാം. നമ്മക്ക് കൂലിട്ടല്ല നമ്മള് മയ്യത്ത് സ്കെച്ച്. പിന്നെ മയ്യത്തിന് ഫലം കിട്ടുമോ? മയ്യത്തിന് ഫലം കിട്ടും. അതുകൊണ്ടല്ലേ മയ്യത്തിന് വേണ്ടി ഒരുപാട് ആൾ നിസ്കരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് ഫലം കിട്ടും. മരിച്ചാൽ ഫലം കിട്ടും. നബി തങ്ങൾ പറഞ്ഞാൽ 40 ആൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവരെ റെക്കമെൻഡ് ചെയ്യാണ് പഠിച്ചോണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് റെക്കമെൻഡ് ചെയ്യാണ് നിസ്കാരത്തിൽ. ആ റെക്കമെൻഡ് എങ്ങനെ? ഫാത്തിഹ ഓതിയിട്ട് അത് മയ്യത്ത് അങ്ങനല്ലേ? ഫാത്തിഹ ഓതിയിട്ട് പിന്നെന്താ പരിപാടി? അല്ലാഹു അക്ബർ ദിക്ർ. ആ മയ്യത്ത് നിസ്കാരം തന്നെ ദിക്റും ഫാത്തിഹയിൽ ഓതിയിട്ടുള്ള ദുആ. ആ ദുആ കൊണ്ട് മരിച്ച മയ്യത്തിന് ഫലം കിട്ടുമെന്ന് എല്ലാ മുസ്ലിമും വിശ്വസിക്കുന്നില്ലേ? ചിലര് ചോദിക്കും മരിച്ച മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാ ഫലം കിട്ടുമെന്ന്. പിന്നെ ഇതിനെ മയ്യത്ത് കഴിക്കുന്നത്? മയ്യത്ത് നിസ്കാരം ആരെ പേരില? മയ്യത്ത് നിസ്കാരം ആരെ പേരില? മരിച്ചാളെ പേരിലല്ലേ? മരിച്ചാനെ പേരിൽ ദിക്ർ ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആയല്ലേ മയ്യത്ത് നിസ്കാരം. അതിന് മരിച്ചാൾക്ക് ഫലം കിട്ടുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ മരിച്ച ആളുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചാലും ദ്വാരങ്ങളും ഒക്കെ ഫലം കിട്ടും, യാതൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ്. എങ്ങനെയാ പറ്റിക്കുന്നത്? പ്രതിഫലം കിട്ടില്ല. പ്രതിഫലം ഓതിയാക്കല്ല കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കുമ്പോ അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറഅനാഹു, ഞങ്ങൾ ഓതിയ പ്രതിഫലം പോലെ ഒരു ഫോട്ടോ കോപ്പി അതുപോലെ ആ മരിച്ചാക്ക് കൊടുക്കണേന്ന് അത് വരക്കുന്നത്. പ്രതിഫലം ഞമ്മക്കായതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ വരക്കുന്ന എന്താ? അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞുകൊണ്ട്. ഖുർആനിൽ അല്ലാഹ് എന്താ പറഞ്ഞ്? ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് ദ്വാരനോളി ഞാൻ ഉത്തരം തരും. അതങ്ങനെയല്ല പറഞ്ഞു, എന്നോട് ദ്വാരനോളി ഞാൻ ഉത്തരം തരും. നമ്മൾ ദ്വാരക്കാണ് ഞാൻ ഓതിയുടെ പ്രതിഫലം എനിക്ക് തരുമല്ലോ, അതുപോലെ ഒന്ന് എന്റെ ബാപ്പാക്കും കൊടുക്കണേ. അല്ലാഹ് ഉത്തരം തരുന്നു ഖുർആനിൽ പറഞ്ഞ ദ്വാരന ഉത്തരം തരും. ഈ ആയത്തുണ്ടല്ലോ ഉദൂനി അസ്തജിബ് ആയത്ത്, അത് കൂടുതൽ ഓതുകാരാന്നറിയോ? മുജാഹിദികൾ. ദ്വാരക്കലോ അതിനോട്ട് അവരെ കിട്ടിയില്ല. ബാപ്പാന്റെ പേര് ദ്വാരക്കുമ്പോ അവർ അമീൻ പറഞ്ഞില്ല. ഇതെന്ത് സംഭവമാണെന്ന് എനിക്കറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുക എന്ന് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അവർക്ക് മരിച്ചാൽ സഹാബത്ത് ചെയ്യുന്നതുപോലെ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന മക്കളുണ്ടാവും, മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന കുടുംബങ്ങളുണ്ടാവും, മുഅ്മിനീങ്ങളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ഓ സുഹൃത്തുക്കളെ, അതുപോലെ മരിച്ച മയ്യത്തിന്റെ പേരിൽ ദുആ ചെയ്യുന്ന സദസ്സുകൾ ഉണ്ടാവും. ഒരിക്കലും സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾക്ക് ഉണ്ടാവില്ല. അല്ലാഹു തആല അതിനുള്ള ഭാഗ്യം അവർക്ക് കൊടുത്തില്ല. ഇനി നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബത്തും പഠിപ്പിച്ച ആശയം, അത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവരല്ലേ മുസ്ലിമീങ്ങൾ? അതല്ലേ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത്? നബി തങ്ങളല്ലേ പറഞ്ഞത്, ഞാൻ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ അത്. അതുകൊണ്ടല്ലേ നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ജുമഅ നിസ്കരിച്ചാൽ ജുമഅ സഹീഹൗല. കാരണം ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിസ്കരിക്കണം. ഞാൻ അറബിയിൽ മാത്രം ഖുതുബ ഓതി അറബിയിൽ മാത്രം ജുമഅ നിസ്കരിച്ചു, അതുകൊണ്ട് അങ്ങനെ നിസ്കരിച്ചാലേ ജുമഅയുള്ളൂ. അപ്പോ നമ്മൾക്ക് ഏതൊരു മനുഷ്യരും തെറ്റുകൾ വന്നുപോയാൽ പടച്ചവൻ പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ഒരാഴ്ചത്തെ ദോഷം അതുകൊണ്ട് പുറത്തു കിട്ടും. അതാണ് വെള്ളിയാഴ്ചന്റെ വലിയ പ്രത്യേകത. ആ വെള്ളിയാഴ്ച ദോഷം പൊറുപ്പിക്കേണ്ട ദിവസമാണ്. പക്ഷെ അവിടെ മലയാളത്തിലുള്ള ഖുതുബ നടത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്താൽ ഉണ്ടാകുക, ജുമഅ ബാത്തിലാക്കിയിട്ട് പൊറുക്കുന്നതിന് പകരം ഒരു കുറ്റവും കൂടിയായി സാധാരണ ഉള്ള ളുഹ്റും ഇല്ലാണ്ടായി. സാധാരണ കിട്ടുന്ന ളുഹ്റും ഇല്ല, ജുമഅ ഇല്ല, ഒരു കുറ്റം കൂടി ചെയ്തു. പിന്നെ എങ്ങനെ വെള്ളിയാഴ്ച അല്ലാഹു തആല വലിയൊരു നല്ല ദിവസം തന്നിട്ട് ആ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തിയാൽ അവനേക്കാൾ വലിയ നഷ്ടം ആർക്കാണ് സുഹൃത്തുക്കളെ? ഇതുപോലെ നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അവർ ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് 916 നമ്പർ ഹദീസ് ബുഖാരിയിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കി. അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ തന്നെ പറഞ്ഞതാണ്, എന്റെ കാലശേഷം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് പല തർക്കങ്ങളും പല ഭിന്നതകളും കാണും.
അപ്പോൾ നിങ്ങൾ വേണ്ടത് എന്താണ്? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദീൻ. എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണേ. നബി തങ്ങളുടെ സുന്നത്ത് എന്താണ്? അവിടുന്ന് തലപ്പാവ് ധരിക്കാതെ ഖുതുബ ഓതിയിട്ടില്ല, അവിടുന്ന് തലപ്പാവ് ധരിക്കാതെ നിസ്കരിച്ചിട്ടില്ല, തലമറക്കാതെ ഒരു പരിപാടിയും നിസ്കാരവും ഖുതുബയും അവിടുത്തെ ജീവിതത്തിൽ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ബുഖാരിയിലും മുസ്ലിമും നിങ്ങൾക്ക് ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ wudu എടുക്കുമ്പോൾ പോലും തലപ്പാവ് അഴിക്കാറില്ല. തലപ്പാഴിങ്ങനെ പൊക്കിയിട്ട് ഫർളിന്റെ ഖദർ തലയിൽ നിന്ന് കഴുകി ബാക്കി തലയിൽ നിന്ന് തടകിയിട്ട് ബാക്കി തലപ്പാവിന്റെ മേലെ തടകി പൂർത്തിയാക്കലാണെന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുമ്പോഴും ഖുതുബ ഓതുമ്പോഴും തലപ്പാവ് ധരിച്ചു എന്നല്ലേ ഹദീസിലുള്ളത്. പക്ഷേ ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതാ സ്വീകരിക്കാൻ മിമ്പറിൽ കയറുന്ന ചിലർക്ക് സന്മനസ്സില്ല. അവർ ബ്രിട്ടീഷുകാരൻ കയറും പോലെ തലമറക്കാതെ കയറുകയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് സ്വീകരിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മഹാന്മാരായ സഹാബത്ത്, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? റിപ്പോർട്ടിനെ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ആണ്. അതാരാണ്? 7ാമത്തെ വയസ്സിൽ നബി തങ്ങളുടെ കൂടെ ഹജ്ജിന് പോയ സഹാബിയാണ്. ആ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ വീട്ടിലുള്ള സ്ത്രീ ഉമ്മയോ അല്ലെങ്കിൽ ഇളോമയോ നബിതങ്ങളെ മുമ്പിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. ആ കുട്ടിക്ക് ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് നബിതങ്ങൾ അവിടുത്തെ ഉമിനീര് ആ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിന് വായിലേക്ക് കൊടുത്തുകൊണ്ട് ബറക്കത്ത് നൽകിയത് ബുഖാരിയുടെ ഹദീസിൽ കാണാം. ആ സായിബ് ഇബ്നു യസീദ് തങ്ങൾ പറയാണ്, ഫസബത്തൽ അംറു അലാ ദാലിക്. സഹാബത്തിന്റെ കാലത്ത് ജുമഅക്ക് 2 ബാങ്ക് നടപ്പാക്കിയപ്പോൾ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിന് തർക്കമില്ല, സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ബുഖാരിയിലെ ഹദീസാണ്. പക്ഷേ റാഫിളത്ത് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴും ഉണ്ട് അവരനുയായികൾ, ഇറാനിലും മറ്റുമുണ്ട് ഷിയാക്കള്. ആ റാഫിളത്തിനൊരു വാദമുണ്ട്, സഹാബികൾ പലരും പിഴച്ചുപോയി എന്നാണ്. അതിലവരൊന്നാമതായി എണ്ണുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പിഴച്ചുപോയി എന്ന് വാദിക്കുന്നത്. രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. മൂന്നാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മൂന്നാളും പിഴച്ചുപോയി എന്നാണ്. അലി ഇബ്നു അബീ താലിബിനെ അവർ അമിതമായി പുകഴ്ത്തിയിട്ട് അലി ഇബ്നു അബീ താലിബ് ദൈവമാണെന്ന് പറഞ്ഞവരെ കൂട്ടത്തിലുണ്ട്. പിന്നൊരു കൂട്ടരുണ്ട് അവരുടെ കൂട്ടത്തിൽ, ഗുലാത്തുർ റാഫിള. അതാരാ? അലി ഇബ്നു അബീ താലിബിനെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം പടച്ചവൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഫഹുവൽ ഖാലിഖു സാനി. അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ്. അത് ഈ റാഫിളത്തിന്റെ ഒരു വാദ. നിങ്ങൾ ഈ അടുത്ത് കേട്ടില്ലേ ചങ്ങാതിന്റെ പാട്ട്, ആരാ നിങ്ങളെ പടച്ചോന്, മടവൂരി ഞങ്ങളെ പടച്ചോനാന്ന് തന്നെ. അത് ഈ റാഫിളത്തിന്റെ വാദമാണ്. അല്ലാത്ത പടച്ചവനുണ്ട്, അല്ലാത്ത നിയന്ത്രിക്കുന്നവരുണ്ട് എന്നുള്ള വാദം. സുബ്ഹാനല്ലാഹ്, നിയന്ത്രിക്കുന്നവൻ അല്ലാഹ് മാത്രമാണ്, വേറെ ആരും നിയന്ത്രിക്കുന്നവരില്ല. അള്ളാന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രിക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ടാണ് ഡ്രൈവറാണ് എന്റെ വണ്ടി നിയന്ത്രിച്ചതെന്ന് ഞാൻ പറയും. അള്ളാന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള നിയന്ത്രണമാണ്, അല്ലാതെ അയാളെ സ്വന്തം നിയന്ത്രണമല്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, അതാ പ്ലെയിൻ നിയന്ത്രിക്കുന്നത് അതാ പൈലറ്റാണ് എന്ന് നമ്മൾ പറയും. അതിനർത്ഥം പൈലറ്റ് അള്ളാന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രിക്കുന്നു എന്നാണ്. അല്ലാതെ പൈലറ്റ് നിയന്ത്രിക്കാനൊന്നും കഴിയില്ല. കയ്യെങ്കില് മംഗലാപുരത്ത് പ്ലെയിൻ അപകടം ഉണ്ടാവില്ല, കൊറോണ കാലത്ത് കോഴിക്കോട്ടും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞോ? അതിന്റെ അപ്പുറം അള്ളാന്റെ നിയന്ത്രണം ഉണ്ട്. ഖാലിഖായ പടച്ചവനല്ലാതെ നിയന്ത്രണമില്ല. എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായുള്ള ചില യഥാർത്ഥത്തിലെ നിയന്ത്രണമെന്നല്ല, അതൊരു മജാസിയായ പ്രയോഗം എന്ന അറബി മൗലവിമാര് പറയാം. ഹഖീഖിയായ പ്രയോഗമല്ല നിയന്ത്രണമെന്നുള്ളത്. തസറുഫ് എന്നതിന് പറയാം, കൈകാര്യം ചെയ്യാതെ എന്ന് പറഞ്ഞാൽ എന്റെ കാറ് അത് നിയന്ത്രിച്ച ഡ്രൈവർ പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്ത അയാളാണ്. അതെ, ബ്രേക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗും ഒക്കെ കൈകാര്യം ചെയ്തു. അല്ല, നിയന്ത്രണം അള്ളാഹുവിനാണ്. അള്ളാഹ്ക്കല്ല നിയന്ത്രണം. ഡ്രൈവർക്കാണെങ്കിൽ ഒരൊറ്റ അപകടം ഉണ്ടാവില്ല, എവിടെയെങ്കിലും അപകടം ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി നിയന്ത്രിക്കുന്ന ഡ്രൈവറും ഉണ്ട്. ചിലര് പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്ക എന്ന് പറയും. അമേരിക്കനോട് വെച്ചിട്ട് നമ്മളിവിടെ പ്രസംഗിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലോകത്ത് കുറെ സംഗതിയിലൊക്കെ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നാ അതിന്റെ അർത്ഥം. അല്ലാതെ ഒട്ടാകെ എന്ന് പറഞ്ഞാൽ ഒട്ടാകെ എന്ന അർത്ഥമില്ല കേട്ടോ. അങ്ങനെ അതും നമ്മൾ മനസ്സിലാക്കണം. ചിലർ പിടിച്ചപ്പാട് കാഫറാക്കി വിടേ. ഒട്ടാകെ എന്ന് പറഞ്ഞാൽ ഒട്ടാകെ എന്ന അർത്ഥമില്ല. നമ്മൾ ചിലപ്പോ പറയില്ലേ, നിന്റെ ലോകൊട്ടാകെ തെരഞ്ഞല്ലോ, നിന്റെ കിട്ടിയില്ലല്ലോ. ലോകൊട്ടാകെ തെരയാൻ കഴിയും മനുഷ്യനിക്ക്?
അതിനർത്ഥം എന്നാ കുറച്ച് സ്ഥലത്ത് തരുന്നല്ലോ എന്നാണ്. അതിനെ ഈ ഒട്ടാകെ എന്ന് പറയുന്നത്. ഇതുപോലെ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന ഇന്നാളാണ് എന്ന് സാധാരണ ഒരു മൊയ്ലിയാർ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ലോകത്ത് ചില ഇടപെടലുകളൊക്കെ ഒരു വലിയുന്നുണ്ട് എന്നാ. അല്ലാതെ ലോകൊട്ടാകെ നിയന്ത്രിക്കാൻ പോയിട്ട് അവനവന്റെ ചെറുവിരൽ നിയന്ത്രിക്കാൻ പോലും ഒരാൾക്കും കയ്യിൽ അള്ളാഹിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ. അള്ളാഹു പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചുകൂടി, എല്ലാ ജിന്നുകളും ഒരുമിച്ചുകൂടി, എല്ലാ മലക്കുകളും ഒരുമിച്ചുകൂടി, ശയാത്തീനും എല്ലാ ശൈത്താന്മാരും പിശാചുക്കളും ഇബ്ലീസ് അടക്കം ഒരുമിച്ചുകൂടി. അള്ളാഹു പറയാണ്, എല്ലാ മനുഷ്യന്മാരും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പെട്ടില്ലേ? മനുഷ്യനല്ലേ അള്ളാന്റെ റസൂൽ? മലക്ക ജിന്ന അല്ലല്ലോ, മനുഷ്യനെ. പക്ഷെ സാധാരണ മനുഷ്യനല്ല കേട്ടോ. സാധാരണ മനുഷ്യൻ ജിബ്രീലിനെ കാണാൻ കഴിയും? നിങ്ങളാരും ജിബ്രീലിനെ കണ്ടില്ല? സാധാരണ മനുഷ്യനല്ല, മനുഷ്യനാണ്. അപ്പൊ നബി തങ്ങളടക്കം എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഹുസൈനിമ പറയുന്നത്, എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും എല്ലാ മലക്കുകളും എല്ലാ ശൈത്താന്മാരും ഒരുമിച്ച് കൂടി. എന്തിനാ ഒരുമിച്ച് കൂടിയത്? പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ? അല്ല ഉദ്ദേശിക്കാതെ പ്രപഞ്ചത്തിൽ ഒരണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും അല്ല, എല്ലാ ഗവൺമെന്റും എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ പണക്കാരും എല്ലാ ആരോഗ്യമുള്ളവരും എല്ലാ മനുഷ്യരും എല്ലാ ജിന്നും എല്ലാ മലക്കും എല്ലാ ശൈത്താനും എല്ലാം കൂടി ഒരുമിച്ച് കൂടിയാലും അല്ല ഉദ്ദേശിക്കാതെ ഒരണുവിനെ ചലിപ്പിക്കാൻ അതാ എല്ലാരും ഒരുമിച്ച് കൂടിയാലും കഴിയൂല. ഇതാണ് സുന്നികളുടെ വിശ്വാസം. ആരും തെറ്റിദ്ധരിക്കരുത്. ചില മുജാഹിദീങ്ങളുണ്ട് ക്ലിപ്പ് വെക്കും, അതിനപ്പുറം ഇപ്പുറം കക്കുന്നതാണ്. അത് കേട്ടിട്ട് ഇതാ സുന്നികളുടെ വിശ്വാസം വിചാരിക്കും. സുന്നികളുടെ വിശ്വാസം സുന്നികളെ അലിമികളെന്ന് കേൾക്കണം, ക്ലിപ്പ് കേട്ടിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞില്ലേ, അതാണ് സുന്നികളുടെ വിശ്വാസം. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. 1-ാം ക്ലാസ് മുതൽ തുടങ്ങിയതാ. എന്ത് ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ് നമ്മൾ പഠിച്ചു വന്നതാ. അതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ ചില മുജാഹിദീങ്ങൾ പറയും പേരോട് മാറിയതാണ്. പേരോട് മാറിയിട്ടൊന്നുമില്ല. 1-ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയും. മനസ്സിലായാലും മുജാഹിദീങ്ങൾ വലുതും മാറിയിട്ടുണ്ട്. അപ്പോ അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ല. ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നികൾ. 1-ാം ക്ലാസ് മുതലേ പഠിച്ചതാ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ യാതൊന്നും നടക്കൂല. അതിലൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, പടച്ചവൻ ഇവിടെ പല നിമിത്തങ്ങളും വെച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങളിൽ പെട്ടതാണ് മരുന്ന്. മരുന്നല്ല രോഗം മാറ്റുന്നത് അള്ളയാണ്. മരുന്ന് കാരണം മാത്രമാണ്, ഡോക്ടർ കാരണം മാത്രമാണ്, ഔലിയാക്കൾ കാരണം മാത്രമാണ്, അമ്പിയാക്കൾ കാരണം മാത്രമാണ്, മുഅ്ജിസത്ത് കാരണമാണ്, കറാമത്ത് കാരണമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളമില്ല. മൂസാ നബിയോട് വന്ന് തേടി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികള് ഖുർആനിലുള്ളതാ. അതേ മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ വഹി അറിയിച്ചു. നബിയേ, എന്താ വഹി അറിയിച്ചത്? അള്ളഹാനോട് തേടാൻ പാടുള്ളൂ എന്നാ? അല്ല. അനിർബി അസാക്കൽ ഹജർ, നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് ആ കല്ലിന് അടി കൊടുക്കുക. 12 തോടതാ പൊട്ടി ഒലിക്കുന്നു. അപ്പൊ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാൻ അള്ളാഹു തആല പറയുന്നത്. മൂസാ നബിയോടാ തേടിയത് അനുയായികൾ. ഖുർആനാ. മൂസാ നബിയോട് തേടിയപ്പോ മൂസാ നബി എന്ത് ചെയ്തു? സ്വന്തത്തിൽ കൊടുക്കാൻ കഴിയൂലല്ലോ. മൂസാ നബി എന്ത് കൊടുക്കാൻ കഴിയുന്നത് അള്ളാഹല്ലേ. അള്ളഹാനോട് തേടിയോറ് ഞങ്ങളെ ദോഷം വെറുക്കാൻ വേണ്ടി അവർക്കൊന്നും വേണ്ട, നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. അല്ല, എന്താ പറഞ്ഞ ഖുർആനിൽ എന്താ ഉള്ളത്? സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ദോഷം വെറുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അമ്പിയാക്കൾ പഠിപ്പിച്ച തൗഹീദ് അങ്ങനെയാണ്. റെക്കമെൻഡ് ചെയ്യലുണ്ട്. മഹാന്മാര് റെക്കമെൻഡ് ചെയ്യണം, ആവശ്യപ്പെടണം എന്നാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. എന്നിട്ട് ആ നബിയോട് ആവശ്യപ്പെടുകയും റസൂൽ, എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യുകയും ആയാൽ അള്ളാഹ് പുറത്തു കൊടുക്കും. അപ്പൊ റെക്കമെൻഡ് വേണ്ട, മധ്യവർത്തി വേണ്ട, അതൊക്കെ ഖുർആനെതിരാണ്. ഖുർആൻ പഠിക്കാത്തത് വേണ്ട. അപ്പൊ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ 2 ബാങ്ക് നടപ്പാക്കി. അതേ നിലക്ക് ബാങ്ക് വിളിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ റാഫിളത്ത് സഹാബികൾ പിഴച്ചുപോയി എന്ന് വാദിച്ചു. അവർക്ക് ആ 2 ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. ബുഖാരിയിലെ ഹദീസല്ലേ,
ഇനി നിങ്ങൾ നോക്ക്, റാഫിളത്തിന്റെ വേറൊരു വാദം എന്താണ്? ഇമാം സർഖസി റളിയല്ലാഹു അൻഹു കിതാബുൽ മബ്സൂത്ത് പറയാണ്, ഹനഫി മദ്ഹബിൽ വലിയൊരു കിതാബാണ്. അതിലെന്താ പറഞ്ഞത്? റാഫിളത്ത് പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ് പേച്ചു ചെയ്യുന്നത്. എന്തായാലും കാരണം പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കരിച്ച് 20 റകഅത്ത് തറാവീഹ് നടപ്പാക്കിയത് കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പേച്ചു പോയി എന്ന് പറഞ്ഞു. അത് റാഫിളത്ത്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ 3 ദിവസമേ തറാവീഹ് പരസ്യമായിട്ട് നിസ്കരിച്ചിട്ടുള്ളൂ. ഇതെന്ത് ചെയ്ത് 30 ദിവസം ആക്കിയാര് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം ചെയ്തതിനാൽ ഉമർ ഇബ്നുൽ ഖത്താബ് പേച്ചുപോയി എന്ന് റാഫിളത്ത് പറഞ്ഞു. ആ റാഫിളത്തിന്റെ വാദമാണ് ഇന്നും മുജാഹിദുകൾ പറയുന്നത്. തറാവീഹ് 20 റകഅത്ത് ഇല്ലാന്നും, അതുപോലെ തന്നെ തറാവീഹിന് പ്രത്യേക ഒരു നിസ്കാരമില്ല, അത് വിത്ർ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാ പെങ്ങള് ഭാര്യയാവും തിങ്കാലത്ത്? പെങ്ങള് തന്നെയല്ലേ, ഭാര്യ തന്നെയല്ലേ, വിത്ർ തന്നെയല്ലേ, തറാവീഹ് തന്നെയല്ലേ. അത് രണ്ടും കൂടി ഇങ്ങനെ ഒന്നാല് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ യാതൊരു വിവരമില്ലാതെ മതം പറഞ്ഞിട്ട് 4 മദ്ഹബിന്റെ ഇമാമികൾ പറഞ്ഞു തറാവീഹ് 20 ഉണ്ട്. അതും ശരിയില്ല. അതിനെന്താ തെളിവ് എന്നെക്കാളും രസാ. മാക്കാന യസീദ് ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅത്ത്. ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട്, 3 സ്ഥലത്തിന്റെ ഹദീസ്. ആദ്യം തന്നെ വിത്റിനെ കുറിച്ചാണ് ഇമാം ബുഖാരി ആദ്യം പഠിപ്പിച്ചിട്ടാണ് പിന്നെ കൊണ്ടുപോയിട്ട് ഫദ്ലുൽ മഖാം റമദാനെ പഠിപ്പിക്കുന്നത്. അത് വിത്റിനെ കുറിച്ചാണ് ഹദീസ്. അതുകൊണ്ട് ഖസ്തലാനി പ്രത്യേകിച്ച് പറഞ്ഞു വിത്റിനെ കുറിച്ചാണ്. ഖസ്തലാനി പറഞ്ഞതിനെ കണ്ട രസങ്ങൾ ബുഖാരി ഇമാമിന് ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത ഉസ്താദുമാരുണ്ടല്ലോ, ആ ഉസ്താദുമാർക്കൊക്കെ അത് പറഞ്ഞു കൊടുത്ത ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. മാലിക് ഇമാമിന് കിതാബുൽ മുവത്ത എന്നൊരു കിതാബുണ്ട്. അതിൽ മാലിക് ഇമാം ഹദീസ് കൊണ്ടുവന്ന് എവിടെയാ? അബുവാബിൽ വിത്റിന്റെ അധ്യായത്തിലാണ്. കാരണം അത് വിത്റിന്റെ ഹദീസാണ്. അത് കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു പെങ്ങൾക്ക് കൊടുക്കേണ്ട ഭാര്യക്കും, ഭാര്യക്ക് കൊടുക്കേണ്ട പെങ്ങും കൊടുത്താൽ ശരിയാവും. അപ്പൊ ഈ രൂപത്തില് ഒരു വിവരമില്ലാത്ത മതത്തിന്റെ നിയമം പറഞ്ഞിട്ട് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് പേച്ചുപോയി തറാവീഹ് വേണ്ടാന്ന് വെച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തആല നമുക്ക് വലിയ തൗഫീഖ് ചെയ്തു സുന്നികൾക്ക്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു ആരെ? സഹാബികളെ പിന്തുടർന്നവരെ അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബിതങ്ങളെയും സഹാബത്തിനെയും പിന്തുടർന്നവർ, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്നാ പിന്നെ മുജാഹിദിന്റെ വാദം എന്താ അറിയോ? റസൂലുള്ള അങ്ങനെല്ലാം പറഞ്ഞിട്ടുണ്ട്, റസൂലൊക്കെ കുറെ പിഴവ് പറ്റിയിട്ടുണ്ട്, പിഴവിന്റെ കൂട്ടത്തിൽ കുറെ പിഴവാണത്. അങ്ങനെ മുജാഹിദ് പറയോ? നിങ്ങൾക്ക് തോന്നില്ലേ? എന്നാ ഇതാ മുജാഹിദിന്റെ അൽമനാർ. ഇത് കാരപ്പറമ്പല്ലേ? മുജാഹിദ് മാറ്റി നോക്കി വായിച്ചു നോക്കൂടെ? ഇത് മുജാഹിദിന്റെ അൽമനാർ 2010 ജൂലൈയിൽ അൽമനാർ. ഇതിലെന്താ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു? റസൂലുള്ളാഹിനെ വല്ല യാത്രയല്ല, എല്ലാ അമ്പിയാക്കളെ പറ്റിയും പറയുന്നുണ്ട്. ഈ നിങ്ങൾക്ക് കാണാം. അത് തന്നെ പറയുന്നത് അറിയോ? ആദം നബി അലൈഹി ഇസ്ലാമിന് അനുസരണക്കേടുണ്ടായെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നു. ആദം നബി അനുസരണക്കേട് ചെയ്തോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നബിമാര് അനുസരണക്കേട് ചെയ്യോ? ആദം നബിയോട് പയമ്പരിക്കേണ്ടാവുന്നെ അല്ലാഹു തആല സ്വർഗത്ത് ഇത് പറച്ചിലേനാ. അത് പറച്ച എങ്ങനെയായിരുന്നു? ഖുർആനിലില്ലേ? ഖുർആനിലുള്ള ഫനസിയ ആദം നബി മറന്നിട്ട് പറിച്ചുപോയി അനുസരണക്കേടാവോ? സുബ്ഹാനല്ലാഹ്. രാത്രി ഉറങ്ങാൻ കിടക്കാൻ ഒരു ഗുളിക കൊടുക്കണം തന്നെ ഡോക്ടർ, അത് മറന്നുപോയി. എന്നാ അനുസരണക്കേടാ? ഡോക്ടർ അനുസരിച്ചല്ലോ, അയാൾ മറന്നുപോയതല്ലേ, അതിന് അനുസരണക്കേട് വരും. മൂസാനെ ആദം നബി മറന്നുപോയി എന്ന് ഖുർആൻ പച്ചയായിട്ട് പറയാൻ. എന്നിട്ട് പറയാ ആദം നബി അനുസരണക്കേട് ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ പറയാട് മാപ്പിരക്കാരർഹമായ തെറ്റിനു നൂഹ് നബി ചെയ്തു എന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നൂഹ് നബി എന്താക്കി? തെറ്റ് ചെയ്തു. ഇനി മൂസാ നബിനെ പറ്റി എന്താ പറഞ്ഞേ? മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച്, അള്ളാഹിന്റെ കുറെ മുർസലീങ്ങളെ അള്ളാഹ് പറഞ്ഞയച്ചിട്ട് ഒരു തെറ്റ് ചെയ്യാത്ത ആളെ പറഞ്ഞേക്കാൻ അള്ളാഹുക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹ് ജനങ്ങളെ നന്നാക്കാനല്ലേ പറഞ്ഞേച്ച്? വളഞ്ഞ പടിക്ക് നേരെയുള്ള നേലുണ്ടാവും. അപ്പൊ ഈ മനുഷ്യന്മാരെ നന്നാക്കാൻ അള്ളാഹു തആല പറഞ്ഞൊക്കെ തെറ്റ് ചെയ്യുന്ന ആളെ പറഞ്ഞാല് അള്ളാഹ്ക്ക് ഒരു തെറ്റ് ചെയ്യാത്ത ആളെ പറഞ്ഞേക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹിന് ഇനിയൊരു കുറ്റം പറയല് ബാക്കിയുണ്ടോ? ഇനി നിങ്ങൾ നോക്ക്, ഇതിലും റസൂലുള്ളാഹിനെ പറ്റി എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് മൗലവി പറയാൻ. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. അള്ളാന്റെ റസൂലിനെ അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹ് ഇങ്ങനെ ആക്ഷേപിക്കുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ച അള്ളയല്ല, അബൂജഹലാണ്, പിന്നെ ഉത്ബത്താണ്, പിന്നെ മൗലവിയാണ്. ഓ സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂലിനെ അള്ളാഹ് ആക്ഷേപിച്ചിട്ടില്ല, ആക്ഷേപിക്കൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹല്ലേ ഖുർആൻ. ആക്ഷേപിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു,
ആ മനുഷ്യനെ കുറിച്ചാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബൻ എന്ന സൂറത്ത് ഇറക്കിയത്. ആക്ഷേപിച്ച വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, അവനെതിരായിട്ടാണ് ഇന്നാ തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് ഇറക്കിയത്. അങ്ങനെ ഖുർആനിൽ അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചവർക്കെതിരെ സൂറത്ത് ഇറക്കുകയല്ല, അതെ നബിതങ്ങൾ അള്ളാനെ ആക്ഷേപിച്ചിട്ടില്ല, നബിതങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല എന്ന് പേരോടല്ല പറയുന്നത്, ഖുർആനാണ്. നബിതങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ലെന്ന് സത്യം ചെയ്തുകൊണ്ട് ഖുർആൻ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഖുർആൻ സ്വീകരിക്കുന്നവര് സുന്നികളാണ്, റസൂലുള്ളാഹിനെ പിന്തുടരുന്നവര് സുന്നികളാണ്, സഹാബത്തിനെ പിന്തുടരുന്നവര് സുന്നികളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഖുർആൻ അംഗീകരിക്കുന്നില്ല, നബിതങ്ങളെ പിന്തുടരുന്നില്ല, സഹാബത്തിനെ പിന്തുടരുന്നില്ല. അവര് പിന്തുടരുന്നത് റാഫിളുകളെയാണ്. റാഫിളത്ത് അവരൊരു വാദം എന്താ? അവരൊരു വാദം അള്ളാഹ് കയ്യും കാലും ഉണ്ട്, അള്ളാഹ് കയ്യും കാലും ഉണ്ട്. റാഫിളത്തിന്റെ വാദം അതിനല്ലേ മുജാഹിദീങ്ങൾ ഇപ്പൊ പറയുന്നത്. ഇത് കണ്ടങ്ങള് മുജാഹിദിന്റെ അൽമനാർ 2007 മെയ് മാസം അൽമനാർ, ഇതിൽ പറയുന്ന അള്ളാഹ് 2 കൈയുണ്ട്, പക്ഷെ 2 വലത്താണ്, ഇടത്തില്ല. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അപ്പൊ അള്ളാഹ് 2 കൈയുണ്ട്, 2ഉം വലത്താണ്, ഇടത്തില്ല. ഇത് 2007 എന്നാൽ അതേ കക്ഷികൾ ഇറക്കുന്ന അൽമനാർ 2009 ജനുവരി. ഇതിലെന്താ പറയുന്നത്? അതൊന്ന് വായിക്കാം. അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും. നല്ല രസമുണ്ടില്ലേ? അള്ളാഹു അന്ത്യദിനത്തിൽ ആകാശങ്ങളെ ചുരുട്ടി എടുക്കും. എടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും. അപ്പൊ ആദ്യം എടുത്തത് എന്തുകൊണ്ടാ? എടുത്തതിന്റെ ശേഷം എന്താക്കുന്നത്? പിന്നെ ആദ്യം ചുമലെടുത്ത മാതിരി ഉണ്ട് ഇല്ലേ പറഞ്ഞു നോക്കുമ്പോ. പിന്നീട് വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും. 2007 പറഞ്ഞില്ലേ അള്ളാഹ് ഇടത്തെ കൈ ഇല്ല. 2009 ഇങ്ങനെ ഇടത്തെ കൈ ഉണ്ടായത്? നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ അള്ളാഹിനെ പറ്റി തോന്നിയാസം പറയാം, റസൂലുള്ളാഹി തങ്ങളെ പറ്റി തോന്നിയാസം പറയാം. ഇതാ മുജാഹിദ്. ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി. മൗദൂദി പറഞ്ഞില്ലേ, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിന്റെ IPH പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങളുടെ പുസ്തകത്തിന്റെ 28ാമത്തെ പേജ് കേട്ടാ തോന്നും മൂസാ നബിന്റെ കാലത്തെ വീരപ്പന മൂസാ നബിയും തോന്നും. ഈ രൂപത്തില് അമ്പിയാക്കളെ നിസ്സാരപ്പെടുത്തുക, അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തുക. എങ്ങനെ ഈമാൻ കിട്ടി മരിക്കുക? അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിച്ച് ജീവിച്ചു മരിക്കണം. അത് വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതവും ഉണ്ടാകാൻ പാടില്ല. ഞാൻ മുജാഹിദിന്റെ മൗലവിമാരെ മാത്രമേ പറയാറുള്ളൂ, സാധാരണക്കാരെ പറയാറില്ല. കാരണം അവർ പെട്ടുപോയ സാധുക്കളാണ്. രോഗികളോട് സഹതാപമല്ലേ വേണ്ടത്, രോഗാണുവിനെയല്ലേ നശിപ്പിക്കേണ്ടത്, രോഗിക്ക് ചികിത്സയല്ലേ വേണ്ടത്. പെട്ടുപോയതാണ് മുജാഹിദും ജമാഅത്തിലുമൊക്കെ സാധാരണക്കാർ. അതുകൊണ്ടാണ് കുറ്റ്യാടികൾ വന്നു നോക്ക്, ഞാനവിടെ ചെല്ലുമ്പോ 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയില്ല, മദ്രസയില്ല. പണ്ടുണ്ടായിരുന്നു, അതെല്ലാം മുജാഹിദും ജമാഅത്തും പിടിച്ചടക്കി, എല്ലാ മഖ്ബറയും അടിച്ചു പൊട്ടിച്ച്. അവിടെ പോയിട്ട് ഞാൻ അവരെ ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല. ഞാൻ തെളിവ് കാണിച്ചു കൊടുത്തു. ഖുർആൻ ഓതി തെളിവ് പറഞ്ഞു, ഹദീസ് ഓതി തെളിവ് പറഞ്ഞു. അവരെ പുസ്തകം വായിച്ചിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ സുന്നത്തി ജമാഅത്തിലേക്ക് വന്നു. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, കാരപ്പറമ്പിലും പരിസരങ്ങളിലും സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാര് ചിന്തിക്കണം, ജമാഅത്ത് ഇസ്ലാമിൽ പെട്ടുപോയ സാധാരണക്കാര് ചിന്തിക്കണം. നിങ്ങളാരും തന്നെ അവരുടെ വലയിൽ കുടുങ്ങിപ്പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു വിശകലനം. അസ്ലൻ സഖാഫി പയ്യോട് ഇതൊരു ബുക്കാണ്. ഇദ്ദേഹം സിറാജുൽ ഹുദ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതിലുണ്ട് എല്ലാ മുജാഹിദിന്റെ രോഗത്തിന്റെ മരുന്ന്.
സാധാരണ പറയില്ലേ, സുന്നികൾ എന്ന് പറഞ്ഞാല് മദ്രസേന്റെ മീമ് ജഹന്നമിന്റെ മീമ എന്നാ പറഞ്ഞ് അതിന്റെ മറുപടി നല്ല കണ്ടീഷൻ രീതിയിൽ പറഞ്ഞു. മനസ്സിലായില്ലേ? അത് പറഞ്ഞ മുജാഹിദിന്റെ മദ്രസനെ പറ്റിയാ, സുന്നീന്റെ മദ്രസനെ പറ്റിയല്ല. പിന്നെ ജഹന്നമിന്റെ മീമാവൂലേ? നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ചില സാധനങ്ങൾ ഇറങ്ങിയത്? എന്താ അതിന്റെ പേര് അറിയോ? എക്സ് മുസ്ലിം. നിങ്ങൾ ഒരു ബുദ്ധിയുള്ളവരങ്ങനെ പറയും എക്സ് മുസ്ലിം. അവനവനെ പറ്റി ഓൻ പറയുന്ന ഇസ്ലാം മോശമാണ്, അതുകൊണ്ട് ഞാൻ രാജിവെച്ചിക്ക് പോന്നതാന്നാ. പിന്നെ ഓനെന്തിനാ എക്സ് മുസ്ലിം എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ, ഒരു MLA, ആ MLA നേരത്തെ MLA ആയി 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ അയാൾ MLA ആയിട്ടൊന്നുമില്ല. എന്നാ അയാൾ എന്ത് ചെയ്യും? XMLA എന്ന് പറയും. കാരണം ഒരു അഭിമാനല്ലേ, സ്റ്റാറ്റസ് അല്ലേ, എക്സ് മന്ത്രി എന്നൊക്കെ പറയും. അതേ സമയത്ത് നല്ലൊരു കള്ളുടി വളരെ മോശമാണെന്ന് മനസ്സിലായി, കള്ളുടി നിർത്തി കുറച്ചു ദിവസം കഴിയുമ്പോ കല്യാണക്കത്തിന്റെ ചോടെ എന്ന് എക്സ് കള്ളുകുടിയൻ, എക്സ് മദ്യപാനി നാരങ്ങ എഴുതുവോ? ഞാൻ പണ്ട് കള്ളുടിച്ച് ആരും അറിയണ്ടെന്നല്ല വിചാരിക്കുക, ബെടക്കാന്ന് വിചാരിച്ച് പോയാണ് പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലും എന്റെ പേരെങ്ങനെ എഴുതണമെന്ന് വരെ അറിഞ്ഞുകൂടാത്ത ഒരു ബുദ്ധി ഇല്ലാത്തവനാണ് ഈ എക്സ് മുസ്ലിം. ഈ എക്സ് മുസ്ലിം ഉണ്ടായത് എന്തുകൊണ്ടാ? ഉണ്ടായത് ഇങ്ങനത്തെ തോന്നിയാസ് എഴുതിയിട്ട് 2007 പറയാ അള്ളാഹ്ക്ക് അടുത്തേ കൈയില്ല, 2009 പറയാ അള്ളാഹ്ക്ക് അടുത്തേ കൈയുണ്ട്. ഇത് കണ്ടാ പിന്നെ മുസ്ലിം ചെറുപ്പക്കാരൻ ഇസ്ലാമെന്ന് രാജിവെച്ച് പോകൂലേ? ഇതിനൊക്കെ പൂർണ്ണ ഉത്തരവാദി മുജാഹിദും ജമാഅത്തും അല്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അള്ളാന്റെ ഖുർആൻ സ്വീകരിക്കണം, നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് സ്വീകരിക്കണം, സ്വഹാബത്തിനെ സ്വീകരിക്കണം. എന്നിട്ട് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ദീന് വിശ്വസിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലി ഇബ്നു അബീ താലിബ് 2ാം പഠിച്ചവനാണ് എന്ന് പറഞ്ഞ കള്ളത്തരീക്ക് തരുന്നുണ്ടല്ലോ, അതിലൊന്നും പോയി പെടണ്ട. നമ്മുടെ സുന്നത്തിയമായത്തിന്റെ ആലിമ്യങ്ങൾ എത്തുന്നു, സുന്നത്തിയമായിട്ട് പഠിക്കുക, എന്നിട്ട് സുന്നിയായി ജീവിച്ച് സുന്നിയായിട്ട് മരിക്കുക. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. എല്ലാവരും എഴുന്നേൽക്കണം. ബഹുമാനപ്പെട്ട ചെറിയ പിസാന്റെ പേരിലും അതുപോലെ നേരത്തെ പറഞ്ഞ മൊയ്നാജിന്റെ പേരിലും നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു എല്ലാവരുടെ പേരിലും നമ്മുടെ ഉമ്മവാപ്പാര് ഉസ്താദുമാര് എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹ വരക്കണം. അതെ തങ്ങൾ പറഞ്ഞെന്നറിയോ, ഇതിന് കുറച്ച് ചെലവെല്ലാം ഉണ്ടാവും. ഈ വാടക കൊടുക്കണ്ടേ, ഇതിന് വാടക കൊടുക്കണ്ടേ, അതുപോലെ തന്നെ മൈക്കിന് വാടക കൊടുക്കണ്ടേ, അവ ചെലവുണ്ടാവും. അതിന് നമുക്ക് സക്കാത്ത് കമ്മിറ്റി ഇല്ലല്ലോ. സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പൈസ സക്കാത്തിന്റെ വാങ്ങിയിട്ട് ഇതിന് വാടക കൊടുക്കാൻ പറ്റും? നമുക്ക് അള്ളാനെ പേടിക്കാണ്ട് നിർത്തിയില്ലല്ലോ. മൗലവിമാർക്ക് അത് പേടിക്കണ്ടല്ലോ, സക്കാത്ത് വാങ്ങിയിട്ട് പോലെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാലോ. അപ്പൊ നമ്മൾ പിരിവെടുക്കലല്ലാണ്ട് ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഫാത്തിഹയും സൂറത്തും എല്ലാവരും സംഭാവന തരണം. അവനവന്റെ കഴിവിന്റെ പരമാവധി എല്ലാവരും സംഭാവന. നമ്മൾ ഇങ്ങനെ പിരിവെടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിരിവെടുത്തിട്ടാണ് ഇത്തരം കാര്യം നടത്തിയത്. സക്കാത്തിന് 8 അവകാശികൾ പറഞ്ഞ് അതിലിപ്പോ ആകെ 4 കൂട്ടരെ ഇപ്പം ഉള്ളൂ എന്നാണ് ഗസാലി ഇമാമൊക്കെ വിവരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഞാൻ സക്കാത്തിനെ പറ്റി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിരിക്കട്ടെ. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ടവർക്ക് എന്നെ കൊടുക്കണം. ഇത് നമുക്ക് വാടക കൊടുക്കാനൊന്നും സക്കാത്ത് വാങ്ങാൻ പറ്റൂല. എല്ലാവരും നല്ല സംഭാവന തരണം. എല്ലാവരും ഫാത്തിഹ ഓതണതിന്റെ മുതൽ വരക്കണം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. رب العالمين الرحمن الرحيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب